warahmatullahi ta'ala wabarakatuh. Alhamdulillah, assalatu wassalamu ala rasulillah wa ala alihi al-fa'izina biridallah, amma ba'd. Bismillahirrahmanirrahim. Rabbi israh li sadri wa yassir li amri wahlul 'uqdatam bil lisani yafqahu qawli. Sadaqallah. As-salatu wassalamu alayka ya Rasulullah, khudh bi yadi qallat hilati adrikni ya habiballah bihaqqi sayyidina Muhammadin sallallahu alaihi wasallam. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടിയതിന് അവന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള അമലായി സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട ഉസ്താദുമാർ, മറ്റു ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ, അതിന്റെ സഹകാരികൾ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല രീതിയിൽ നസീഹത്ത് നൽകാനും അത് കൃത്യമായി ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വിശാലമായ ആമുഖം പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുന്നില്ല. പവിത്രമായിട്ടുള്ള ബദരീങ്ങളെ അനുസ്മരിച്ചിട്ടുള്ള മജ്ലിസിൽ, പ്രത്യേകിച്ച് ഈ സഫർ മാസത്തിന്റെ അവസാനം എന്തുകൊണ്ടും ഇവിടെ പറയൽ അനുയോജ്യമായത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഉചിതമാകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരല്പം മാത്രം പറയാം. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായിട്ടുള്ള റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതി. പരിശുദ്ധ റബീഉൽ അവ്വൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വല്ലാത്ത സന്തോഷം. അവൻ ആ റബീഉൽ അവ്വലിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. പല നിലക്കുമുള്ള നബിദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവൻ ഏർപ്പെട്ടുകൊണ്ട് റബീഉൽ അവ്വൽ ആകുന്നതിന് മുമ്പേ തന്നെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും അവൻ റബീഉൽ അവ്വലിനെ വരവേറ്റുകൊണ്ട് തയ്യാറാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകൾ അവരാരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി, റോഡുകളും വീടുകളും ഒക്കെ അലങ്കരിച്ച്, പാവപ്പെട്ടവരെന്നില്ലാതെ പണക്കാരെന്നില്ലാതെ എല്ലാവരും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ അതിരറ്റ മഹബ്ബത്തിന്റെ അടയാളം ഇങ്ങനെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ പാവപ്പെട്ട ആളുകളായാൽ കൂടെ പല കുട്ടികളും ഉമ്മ നാളെ മദ്രസയിൽ മൗലിദുണ്ട്, ചീരണി എന്തെങ്കിലും കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ പല ഉമ്മമാരും നമ്മൾ കാണുന്നതാണ് അടുക്കളയിൽ പോയിട്ട് ഒന്നുമില്ലാത്ത പാത്രം തുറന്നു വെച്ചിട്ട് പൊട്ടിക്കരയുന്ന പല ഉമ്മമാരും. അവർക്ക് റസൂലുള്ളാഹിനോട് വല്ലാത്ത മഹബ്ബത്തുണ്ട്, പക്ഷേ അത് ചീരണി കൊടുക്കാനോ മറ്റൊന്നും കഴിയാത്തതിന്റെ പേരിൽ അവർ വിഷമിച്ച് കരയുന്ന ഒരു രംഗം. റബീഉൽ അവ്വൽ റാലികൾ പോകുമ്പോ നമ്മൾ കാണും പല പാവപ്പെട്ട വീട്ടുകളിലും പച്ച മനുഷ്യന്മാര്, വാപ്പ മരണപ്പെട്ടു പോയ കുടുംബങ്ങളായിരിക്കാം. ആ റാലിയിൽ എനിക്കും കൂടി ഭാഗവത്താകണമെന്ന് കരുതിയിട്ട് പല ഉമ്മമാരും 50 രൂപ സ്വന്തം കയ്യിൽ നിന്ന് എടുക്കാൻ ഉണ്ടാവില്ല എങ്കിലും അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിയിട്ട് 100 മിഠായി കിട്ടുന്ന ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് കൊടുക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് പരിശുദ്ധമായിട്ടുള്ള റബീഉൽ അവ്വൽ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഇത്രയേറെ സന്തോഷിക്കുന്നതും ഇത്രയേറെ ആനന്ദിക്കുന്നതും വലിയ വലിയ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നതും റാലി സംഘടിപ്പിക്കുന്നതും അതുപോലെ വീടുകളെല്ലാം അലങ്കരിച്ച് വഴികളും റോഡുകളും എല്ലാം അലങ്കരിച്ച് എന്തിനാണ് ഇങ്ങനെ നമ്മൾ ആഘോഷിക്കുന്നത്? എന്തിനാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ നമ്മൾ ഇത്രയേറെ കഷ്ടപ്പെടുന്നത്?
ഇത്രയേറെ ഒരുക്കങ്ങൾ നമ്മൾ നടത്തുന്നത്, നബിദിനാഘോഷം ഇങ്ങനെ നടത്തുന്നത് എന്തിനാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നത്. അവിടുത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത് എന്നൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നാം എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. ഈ സമയത്ത് ഒരാളോട് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന്, ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ മുസ്ലിം ആയിക്കോട്ടെ, ആരാണ് ഈ മുഹമ്മദ് നബി, എന്താണ് അദ്ദേഹത്തെ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമ്മുടെ കയ്യിലുണ്ടോ എന്നൊന്ന് നമ്മൾ ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? കേവലം ഒരു ഗാന്ധിജിയെ കുറിച്ച് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊക്കെ കഴിയും. എന്താണ് ഇപ്പൊ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയും. എന്താണ് ഇപ്പൊ സിനിമാ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നീചമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മണിക്കൂറുകളോളം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. എങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ള അറിവ് എന്ന് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ചെങ്കിലും പരിചയപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്ന. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതിന്റെ കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജന്നത്തുൽ ബഖീഅയിലെ സ്വഹാബത്തുമായിട്ട് സിയാറത്ത് കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഒരു നബിവീർപ്പിട്ടുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്നാണ് ഞാൻ എന്റെ സഹോദരങ്ങളെ കാണുന്നത് റബ്ബേ? സ്വഹാബത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള സദസ്സിലിരുന്നു കൊണ്ട് റസൂലുള്ളാഹി ചോദിക്കുന്നു, എന്നാണ് ഞാൻ എന്റെ സഹോദരങ്ങളെ കാണുന്നത്? സ്വഹാബത്ത് ചോദിച്ചു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സഹോദരങ്ങളെ ഞങ്ങളല്ലേ നബിയേ? ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങളെ? ഞങ്ങളല്ലേ അങ്ങയുടെ കൂടെയുള്ളവരെ? സ്വഹാബത്തിനോട് റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബാ, നിങ്ങളെന്റെ അനുചരന്മാരാണ്, നിങ്ങളെന്റെ അനുചരന്മാരാ, നിങ്ങളെന്നെ കണ്ടവരാണ്, നിങ്ങൾ എന്നെ കേട്ടവരാണ്, എന്നെ അടുത്തറിഞ്ഞവരാ, എന്റെ സദസ്സിൽ പങ്കെടുത്തവരാ, എന്റെ കൂടെ ഭക്ഷണം കഴിച്ചവരാ, എന്റെ കൂടെ നടന്നവരാണ്, ഇരുന്നവരാണ്, ഓടിയവരാണ്, കിടന്നവരാണ്, നിങ്ങളെന്നെ ഒരുപാട് അറിഞ്ഞവരാ, നിങ്ങളെന്റെ സ്വഹാബത്താ, നിങ്ങളെന്റെ അനുചരന്മാരാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സഹോദരന്മാരാരാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ സ്വഹാബാ, അവര് വരാനിരിക്കുന്ന ഒരു സമൂഹമാണ് സ്വഹാബ, അവര് വരാനിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാ. അവരെന്നെ കണ്ടിട്ടില്ല, എന്നെ കേട്ടിട്ടില്ല, അവർക്ക് എന്നെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെങ്കിലും അവരുടെ ഉമ്മയെക്കാൾ ഉപ്പയേക്കാൾ, അവരുടെ സ്വന്തം മക്കളെക്കാൾ, അവരുടെ ജീവനേക്കാൾ അവരെന്നെ സ്നേഹിക്കുന്നവരാണ് സ്വഹാബ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു വരുമ്പോ, പ്രിയപ്പെട്ടവരെ, എന്നെ കുറിച്ചാണ് ഹബീബായ തങ്ങളെ പറഞ്ഞത്, ഒരുമിച്ച് ഓടിയിട്ടുള്ള നിങ്ങളെ കുറിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്ന മജ്ലിസിലേക്ക് കടന്നു വന്ന ഉപ്പാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്നെയും നിങ്ങളെയും കാണണമെന്ന് കൊതിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്.
ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. സന്തോഷത്തോടുകൂടെ ആയിഷ റളിയല്ലാഹു അൻഹ വരവേറ്റിട്ട് ഭക്ഷണം കൊടുത്തിട്ട് മുത്തുനബിയുമായി ഒരുത്തിലിരിക്കുന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്നെ ഇഷ്ടമാണോ നബിയേ? എന്നോട് സ്നേഹമുണ്ടോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആയിഷ, ഈ ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിന്നോടാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുമോ നബിയേ? എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഞാൻ എന്നും ദുആ ചെയ്യുന്നുണ്ട് ആയിഷ. ആയിഷ പറഞ്ഞു, പറ്റൂല, ഇന്ന് ഈ സവിധത്തില് ഇവിടെ വെച്ചിട്ട് ഇപ്പൊ പടച്ചറബിലേക്ക് ദുആ കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുവേ, ആയിഷക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആയിഷ ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നിന്റെ പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ്. വരാനിരിക്കുന്ന പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നത് കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, മോളെ, സന്തോഷമായില്ലേ മോളെ? ആയിഷ റളിയല്ലാഹു അൻഹ ചിരിച്ച് 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 റസൂലുള്ളാഹിന്റെ മടിയിലേക്ക് വീണപ്പോ മുത്തുനബി പറഞ്ഞു, ആയിഷ, വല്ലാത്ത സന്തോഷമായല്ലോ ആയിഷ. അതേ നബിയേ, അങ്ങനെക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തല്ലോ, എന്റെ പാപങ്ങളെ പൊറുക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആയിഷ, വല്ലാഹി ഇന്നഹാ വദഅവതി ലിഉമ്മതി ഫീ കുല്ലി സ്വലാത്ത്. ആയിഷ, ഓരോ ദിവസവും 5 വഖ്ത് നിസ്കാരത്തിന് ശേഷം ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നുണ്ട് ആയിഷ. എന്റെ ഉമ്മത്തിലെ ആദ്യത്തെ കണ്ണി മുതല് ഖിയാമത്ത് നാളിന്റെ സമയത്ത് വരെ ഏറ്റവും അവസാനത്ത് ജനിക്കാനിരിക്കുന്ന ആ ഒരു മനുഷ്യന് വേണ്ടി വരെ എല്ലാ സമയത്തും 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുആ ചെയ്യാറുണ്ടെന്ന് പറയുമ്പോ, സഹോദരാ, ഞാൻ കേൾക്കാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട ഉമ്മ, എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിരുന്നെന്ന് പറയുമ്പോ, നബി നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട് ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ മഹബ്ബത്ത് വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ കണ്ടിട്ടില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂല് നമ്മളെ വല്ലാതെ സ്നേഹിച്ചിട്ടുണ്ട്. അറിയോ, ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമാ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നുണ്ട്. ഇടക്കിടക്ക് ജിബ്രീൽ വരുന്നുണ്ട്, ഖുർആനിന്റെ ആയത്തുകൾ ഓതി കൊടുക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ജിബ്രീലിനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന് വല്ലാത്ത വിഷമമായി. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഹൃദയം കൊണ്ട് ബന്ധപ്പെട്ട 2 ആളുകള് ഒരു ദിവസം ഫോൺ വിളിക്കാതിരുന്നാൽ തന്നെയുള്ള വിഷമം നമുക്കറിയാം. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഭർത്താവ് വിളിക്കാതിരുന്നാലുള്ള വിഷമം, ഭാര്യ അനുഭവിക്കുന്ന വിഷമം, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മളെ വിളിക്കാതിരുന്നാൽ, സംസാരിക്കാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന വിഷമം, അതുപോലെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാത്ത വിഷമത്തിലാണ്. കാരണം മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നില്ല. ഒരുപാട് ദിവസമായി ജിബ്രീലിനെ കാണുന്നില്ല. അല്ലാഹുവിലേക്ക് വല്ലാത്തടുത്ത റസൂലുള്ളാഹിന്റെ ഖൽബ് വിങ്ങി വിങ്ങി പൊട്ടുകയാണ്. മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ മുഴുവനും റസൂലുള്ളാഹിനെ കളിയാക്കുകയാണ്.
മുഹമ്മദ് എവിടെ നിന്റെ റബ്ബ് എവിടെ പോയി മുഹമ്മദ്, നിന്റെ റബ്ബ് നിന്നെ ചതിച്ചല്ലോ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തില് അല്ലാഹുവിന്റെ ഹബീബിനെ റോഡിൽ വെച്ച് കാണുമ്പോഴൊക്കെ കളിയാക്കുകയാ. റസൂലുള്ളാഹിക്ക് താങ്ങാൻ കഴിയുന്നില്ല, മുത്തുനബിക്ക് വിഷമം സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ ഹബീബ് പള്ളിക്കകത്തിരുന്നുകൊണ്ട് നിസ്കരിച്ചത് സുജൂദ് ചെയ്തിട്ട് പൊട്ടിക്കരയുമ്പോ സുബ്ഹാനല്ലാഹ് 40 ദിവസത്തിന് ശേഷം മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ, മുത്തുനബിയുടെ ചാരേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയമുള്ളവരെ, ഇല്ലാത്ത സന്തോഷമായ റസൂലുള്ളാഹ്, കാരണം ഒരുപാട് കാലമായി കണ്ടിട്ട് 40 ദിവസം പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞതിന്റെ ഫലമായിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയുടെ ചാരേക്ക് വന്നുകൊണ്ട് സൂറത്തുൽ ദുഹാ ഓതി കേൾപ്പിക്കുകയാണ്. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലല്ലാഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. അല്ലാഹുവിന്റെ ഹബീബിന് വല്ലാത്ത സന്തോഷമായി, കാരണം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിരിക്കുകയാണ്, ഖുർആൻ ഓതി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ നബിയോട്, അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ അങ്ങ് വേദനിക്കേണ്ട നബിയേ, അങ്ങ് വിഷമിക്കേണ്ട നബിയേ, അങ്ങ് എന്ത് ചോദിച്ചാലും അല്ലാഹു അങ്ങേക്ക് തരും നബിയേ. അങ്ങയെ പടച്ച റബ്ബ് മറക്കൂല, അങ്ങയെ അല്ലാഹു മറന്നിട്ടില്ല നബിയേ. എന്ത് ചോദിച്ചാലും പടച്ച റബ്ബ് തരുമെന്ന് ആദരവായ പ്രവാചകനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിക്ക് വല്ലാത്ത സന്തോഷമായ ദിവസം. ജീവിതത്തിൽ ഒരുപാട് കാത്തിരുന്നിട്ട് ഒരുപാട് വിഷമം സഹിച്ചിട്ട് വല്ലാത്ത സന്തോഷത്തിന്റെ അനുഭൂതിയുള്ള ദിവസം. അല്ലാഹുവിന്റെ ഹബീബിന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു. മുസ്ലിമീങ്ങളെ മുഴുവനും മുസ്ലിമാക്കാൻ ചോദിക്കാമായിരുന്നു, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കാൻ ചോദിക്കാമായിരുന്നു. ഒരുപാട് ആളുകളെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ദീനൊന്ന് ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കാമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് അതൊന്നും ചോദിച്ചില്ല. ജീവിതത്തിൽ പട്ടിണിയിലാണ്, പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അല്ലാഹുവിന്റെ ഹബീബൊന്നും ചോദിച്ചില്ല, ഒരു സുഖവും ചോദിച്ചില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ജിബ്രീലേ എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താ ജിബ്രീൽ? എന്ത് ചോദിച്ചാലും അല്ലാഹു തരുമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ള ചോദിക്കുന്നത്, എന്റെ അവസാന കാലഘട്ടം വരെ വരുന്ന ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? അവര് നരകത്തിലാണോ, അവര് സ്വർഗത്തിലാണോ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ധാരാളം ആളുകൾ സ്വർഗത്തിലുണ്ട് നബിയേ, പക്ഷേ ഭൂരിഭാഗം ആളുകളും നരകത്തിലാണ്. അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും നരകത്തിലാണെന്ന് പറയുമ്പോ റസൂലുള്ളാഹിക്ക് വല്ലാത്ത വേദനയാ, മുത്തുനബി കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജിബ്രീലേ ഇതെല്ലാം വവാഹിദുൻ മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ പോലും നരകത്തിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ജിബ്രീൽ. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിന്റെ അവകാശിയാകുന്നത് എനിക്കിഷ്ടമല്ല ജിബ്രീൽ, എനിക്ക് സഹിക്കാത്ത ജിബ്രീൽ. അല്ലാഹുവിന്റെ ഹബീബ് അത് പറഞ്ഞിരുന്ന് കരയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സവിധത്തിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങ് വിഷമിക്കുന്നത് പടച്ച റബ്ബിന് ഇഷ്ടമല്ല നബിയേ. അങ്ങയുടെ മനസ്സ് വേദനിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അങ്ങെന്ത് ചോദിച്ചാലും പടച്ച റബ്ബ് തരും നബിയേ. അങ്ങെന്ത് ചോദിച്ചാലും അല്ലാഹു തരുമെന്ന് പറഞ്ഞല്ലോ നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ചിട്ട് ജനങ്ങളെ മുഴുവനും പല ആളുകളെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ സമയത്ത് അവിടെ ചെന്നുകൊണ്ട് ശഫാഅത്ത് ചെയ്യാ, അങ്ങയുടെ ഉമ്മത്തിന് പെട്ട ഓരോരുത്തരെയും ശഫാഅത്ത് ചെയ്തിട്ട് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാ അല്ലാഹു അനുമതി നൽകിയിട്ടുണ്ടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹിക്ക് നമ്മളോടുള്ള സ്നേഹം എത്രയാ. മുത്തുനബി നമ്മളോ എത്രത്തോളമാണ് നമ്മളെ സ്നേഹിച്ചത്, എത്രത്തോളമാണ് നമ്മളെ മഹബത്ത് വെച്ചത്. ജീവിതത്തിലെ പ്രയാസഘട്ടങ്ങളിൽ പോലും വരാനിരിക്കുന്ന എന്നെയും നിങ്ങളെയും കുറിച്ച് റസൂലുള്ള മറന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നിന്ന് റസൂലുള്ള വിട പറയാൻ നേരത്ത് സുബ്ഹാനല്ലാഹ്, അസ്റായീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് വാതിലിൽ മുട്ടുകയാ. മുത്തുനബിയുടെ വീടിന്റെ വാതിലിൽ മുട്ടുകയാ. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ്വ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ, വാതിൽ തുറക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് അസ്റായീൽ അലൈഹിസ്സലാം വന്ന് വാതിലിൽ മുട്ടിയിട്ട് അസ്റായീൽ അലൈഹിസ്സലാം അകത്തേക്ക് കടന്നു വരികയാ. മുത്തുനബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാ. അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാൻ വന്നതാ. ഇന്ന് വരെ ഇനി ഒരിക്കലും മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം ഒരു സ്ഥലത്തും സമ്മതത്തോടുകൂടെ കയറൂല. എല്ലായിടത്തും ഒരാളുടെയും സമ്മതമില്ലാതെയാണ് കയറി ചെല്ലുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് മുത്തുനബിയോട് സമ്മതം ചോദിച്ചിട്ടാ കടന്നു ചെല്ലുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് അസ്റായീലിനോട് പറഞ്ഞു, ജിബ്രീലിനെ കാണണം ജിബ്രീലിനെ ഒന്ന് കാണാൻ കഴിയുമോ? അസ്റായീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമുമായിട്ട് കടന്നു വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. അസ്റായീലിന് റൂഹ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് വേദന കൊണ്ട് പൊളയുന്നുണ്ട്. ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ, എനിക്ക് സന്തോഷമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു വാർത്ത പറഞ്ഞതാ ജിബ്രീൽ. ഈ വേദനിക്കുന്ന സമയത്ത്, ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായിട്ട് വിട പറയുന്ന സമയത്ത് എനിക്ക് സന്തോഷമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു വാർത്ത പറഞ്ഞതാ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഉമ്മത്തിലെ പെട്ട ഏതൊരു മനുഷ്യനും അവൻ എത്ര വലിയ ദോഷം ചെയ്തവനായാലും, എത്ര പാപം ചെയ്തവനായാലും, ദോഷത്തിൽ മുങ്ങി കുളിച്ചവനായാലും, അസ്റായീൽ അലൈഹിസ്സലാം വന്നിട്ട് റൂഹ് പിടിച്ചു വലിക്കുന്നതിന് മുമ്പ് അവൻ തൗബ ചെയ്ത പടച്ച റബ്ബിലേക്ക് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റു പറഞ്ഞിട്ട് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത അല്ലാഹു അവന് പുറത്തു കൊടുക്കണമെന്നുള്ള സന്തോഷ വാർത്ത പറയുമ്പോ മുത്തുനബിക്ക് വല്ലാത്ത സന്തോഷമായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞൊരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വഫാത്തിന്റെ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചത്, എന്റെ ഉമ്മത്തിന് ഇനി ആരാ ഉള്ളത്? എന്റെ ഭാര്യക്കാരാണുള്ളതെന്നല്ല ചോദിച്ചത്, എന്റെ മക്കൾക്കാരാണെന്നുള്ളതല്ല ചോദിച്ചത്, എന്റെ ഉമ്മത്തിന് ആരാ?
അള്ളാന്റെ ഹബീബിനോട് ഓഫർ കൊടുക്കുന്നുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. നബിയേ, ഒന്നുകിൽ അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട കോടാനുകോടി ജനങ്ങളിൽ പകുതി ആളെയും ഞാൻ സ്വർഗത്തിലേക്ക് അയക്കാം. അള്ളാഹു കൊടുക്കുന്നൊരു ഓഫറാണ്. പകുതി ആളുകളെ സ്വർഗത്തിലേക്ക് അയക്കാം, ബാക്കി ആളുകൾ നരകത്തിലാണ്. അല്ലെങ്കിൽ മറ്റൊരു ഓഫർ, എല്ലാ ആളുകളെയും ശഫാഅത്ത് ചെയ്യാനുള്ള അവസരം നൽകാം. അള്ളാന്റെ ഹബീബ് തെരഞ്ഞെടുത്തതേതെന്നറിയോ? എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാള് പോലും നരകത്തിലേക്ക് പോകരുത്. കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിലേക്ക് എന്റെ ഉമ്മത്തിൽപ്പെട്ട കോടാനുകോടി ജനങ്ങളിൽ നിന്ന് ഒരാള് പോലും നരകത്തിന്റെ വിരവ് കൊള്ളിയാകരുത് എന്ന് മനസ്സിലാക്കിയിട്ട് ശഫാഅത്തിനുള്ള അനുമതി വാങ്ങിയ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നേതാവിനെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ഏത് നേതാവിനെയാ നമ്മൾ സ്നേഹിക്കുന്നത്? നമ്മളെ ഇത്രമേൽ സ്നേഹിച്ച നേതാവ് പലരെയും നമ്മൾ സ്നേഹിക്കുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പല നടിമാരും നമ്മുടെ കൽവിനകത്തില്ലേ? എന്റെ പ്രിയപ്പെട്ട വാപ്പാ, എത്രയോ ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പല രാഷ്ട്രീയ നേതാക്കന്മാരെയും നേതാക്കന്മാരെയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. പല സിനിമാ നടന്മാരും കായിക താരങ്ങളും നിന്റെ മനസ്സിനകത്തില്ലേ ചെറുപ്പക്കാരാ? മോനെ, നീ അവരെ സ്നേഹിച്ചിട്ട് നിനക്ക് എന്ത് നേട്ടമാണ് ഈ ദുനിയാവിൽ ലഭിച്ചിട്ടുള്ളത്? ഇന്ന് വരെ നീ പലതും ചെയ്തല്ലോ. അവർക്ക് വേണ്ടിയിട്ട് നീ ലക്ഷങ്ങളെ ചെലവാക്കിയല്ലോ. അവർക്ക് വേണ്ടിയിട്ട് നീ ഫ്ലക്സ് കെട്ടിയല്ലോ. നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞു നടന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സീരിയല് കണ്ടിട്ട് കണ്ണുനീരൊലിപ്പിച്ചിട്ട് പാതിരാത്രികളിൽ ഉറക്കമൊഴിച്ച പെങ്ങളെ, ആ സിനിമ കഥ ചിന്തിച്ചുകൊണ്ട് സമയം കളഞ്ഞ ചെറുപ്പക്കാരാ, ഫുട്ബോൾ താരത്തിന് വേണ്ടിയിട്ട് സമയം കളഞ്ഞവനെ, മോനെ, നിന്റെ കൽവിലുണ്ടാകുന്ന നേതാവാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നേതാവിനെ സ്നേഹിച്ചാൽ ആ നേതാവ് തിരിച്ചും സ്നേഹിക്കും ചെറുപ്പക്കാരാ. മുത്തുനബിക്ക് നമ്മളോട് വല്ലാത്ത സ്നേഹമാണ്. ഈ ദുനിയാവിൽ ജീവിച്ച ഏതൊരു മനുഷ്യനും നരകത്തിലേക്ക് കടക്കരുത്. ഒരാള് പോലും വിഷമം അനുഭവിക്കരുത്, ഒരാള് പോലും ഒരു വേദനയും അനുഭവിക്കരുതെന്ന് ചിന്തിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മുത്തിന്റെ ഉമ്മത്തല്ലേ നമ്മള്? ആ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണ്ടേ? ആ ഹബീബിനെ നമ്മൾ മഹബ്ബത്ത് വെക്കണ്ടേ? ആ ഹബീബിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ഹബീബിന്റെ സ്നേഹിച്ച ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പല മഹാന്മാരും നമ്മളെ മുത്തുനബിയെ സ്നേഹിച്ചതിന്റെ രീതികൾ നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാന്റെ ഹബീബിനെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് പഠിക്കണം. മുത്തുനബിയെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം? സാധാരണ ജനങ്ങളെ സ്നേഹിക്കുന്നത് പോലെയല്ല. അള്ളാന്റെ ഹബീബ് പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസ് അജ്മഈൻ. നിന്റെ മാതാപിതാക്കളെക്കാളും നിന്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് വരെ ഒരാളും മുഅ്മിനാവുകയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കേണ്ടതെന്ന് എങ്ങനെയെന്നറിയോ? ആമിനൂ കമാ മുൻഗാമികളായിട്ടുള്ള ജനങ്ങളെ സ്നേഹിച്ചതുപോലെ, സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ, താബീങ്ങളെ സ്നേഹിച്ചതുപോലെ, താബീങ്ങളെ മുത്തുനബിയെ നെഞ്ചിലേറ്റിയതുപോലെ, ഇമാമീങ്ങളെ മഹബത്ത് വെച്ചതുപോലെ മുത്തുനബിയെ നമ്മളെ സ്നേഹിക്കണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള വാപ്പാ,
റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാതെ സ്നേഹിച്ച മഹാനാ. മുത്തുനബിക്കും വല്ലാത്ത സ്നേഹമായിരുന്നു. തൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹുവിന് രോഗം പിടിപെട്ടു. വല്ലാത്ത കഠിനമായ രോഗമാ. രോഗം പിടിച്ചിട്ട് രോഗം കൂടുമ്പോൾ തൽഹത്ത് ബിൻ ബറാഅ റളിയല്ലാഹു അൻഹുവിന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലാ. തൽഹയെ കാണാതായപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, സഹാബാ തൽഹ എവിടെ? സഹാബാ എന്റെ പ്രിയപ്പെട്ട തൽഹ എവിടെ? തൽഹ രോഗിയാണേ, രോഗം പിടിച്ചിട്ട് വീട്ടിൽ കിടക്കുകയാണെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് കടന്നു ചെല്ലുകയാ. അരികിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു ചെല്ലുകയാ. സുബ്ഹാനല്ലാഹ്, രോഗം കൂടിയിട്ട് ബോധരഹിതനായിട്ട് കിടക്കുമ്പോ മുത്തുനബി അവിടെ കാത്തിരിക്കുകയാ. മണിക്കൂറുകൾ കഴിഞ്ഞു, ബോധം വന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് അവിടെയുള്ള കൂടിയിരുന്ന സഹാബത്തിനോട് പറഞ്ഞു, അവിടുത്തെ കുടുംബക്കാരോട് പറഞ്ഞു, തൽഹക്ക് ബോധം വന്നാൽ ഞാൻ വന്നിരുന്നെന്ന് പറയണേ. അല്ലാഹുവിന്റെ ഹബീബിനറിയ തൽഹ സക്കറാത്തിന്റെ അവസ്ഥയിലാണെന്ന്. തൽഹ മരിച്ചാ എന്നെ അറിയിക്കണേ സഹാബാ. തൽഹ മരിച്ചാ എന്നോട് പറയണേ സഹാബാ. മുത്തുനബി മടങ്ങി പോവുകയാ. കുറച്ച് സമയം കഴിഞ്ഞപ്പോ തൽഹ റളിയല്ലാഹു അൻഹുവിന് ബോധം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ വന്ന വിവരം പറയുമ്പോ മുത്തുനബി ദുആ ചെയ്തിട്ടുണ്ട്. തൽഹ മുത്തുനബി അങ്ങ് തൽഹയുടെ മരണം, തൽഹ മരിച്ചാല് അല്ലാഹുവിന്റെ ഹബീബിനെ അറിയിക്കണമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? കുടുംബക്കാരെ, ഞാൻ രാത്രിയിലാണ് മരിക്കുന്നതെങ്കിലേ അല്ലാഹുവിന്റെ റസൂലിനോട് പറയല്ലേ. ഞാൻ രാത്രിയിൽ മരിച്ച മുത്തുനബിയോട് പറയല്ലേ, അല്ലാഹുവിന്റെ ഹബീബിനെ അറിയിക്കല്ലേ. എല്ലാവരും ചോദിച്ചു, തൽഹ അല്ലാഹുവിന്റെ റസൂൽ വരുന്നത് നല്ല കാര്യമല്ലേ, തൽഹ എന്തിനാ മുടക്കുന്നത്? തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ രാത്രിയിലും മരിച്ചത് അല്ലാഹുവിന്റെ ഹബീബ് അറിഞ്ഞാ റസൂലുള്ള എന്റെ അരികിലേക്ക് കടന്നു വരുമെന്ന് ഉറപ്പാണ്. എന്നെ വല്ലാതെ സ്നേഹവാ, എനിക്ക് വല്ലാത്ത സ്നേഹവാ. എന്നെ കാണാ റസൂലുള്ള ഈ കൂരയിലേക്ക് വരുമെന്ന് ഉറപ്പാണ്. പക്ഷേ റസൂലുള്ള കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിലൊരു കല്ല് തട്ടിയിട്ട് വേദനിച്ചാ അതെനിക്ക് തീരെ ഇഷ്ടമല്ല. മുത്തുനബിക്കെന്തെങ്കിലും പാതിരാത്രിയിൽ നടന്നു വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സഹാബാ എന്ന് തൽഹ റളിയല്ലാഹു അൻഹു പറയുമ്പോ ഒരുപാട് ദിവസം കഴിഞ്ഞു. അന്നത്തെ രാത്രിയിൽ തൽഹ റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. രാത്രി തന്നെ ഖബറടക്കുകയാണ്. മുത്തുനബിയോട് പറഞ്ഞില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, തൽഹ എവിടെ? യാ റസൂലല്ലാഹ്, തൽഹ മരണപ്പെട്ടു പോയി. എന്തേ എന്നെ അറിയിക്കാതിരുന്നത്? തൽഹ മരിച്ച വിവരം എന്നോട് അറിയിക്കണമെന്ന് പറഞ്ഞതല്ലേ സഹാബാ. എന്തേ എന്നെ അറിയിക്കാതിരുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് കടന്നു ചെല്ലുകയാ. ഇവിടെ എന്റെ തൽഹയുടെ ഖബറിവിടെ. ഖബറടക്കിയ സ്ഥലത്തേക്ക് കടന്നു വന്നിട്ട് ആ ഖബറിനടുത്തിരുന്നുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ തൽഹത്തുൽ ബറാ വഅൻത യൽഹഖു ഇലൈഹി വയൽഹഖു ഇലൈക. അല്ലാഹുവേ, തൽഹക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. തൽഹ വല്ലാതെ സ്നേഹിച്ചവരാ. തൽഹ നല്ലവനാണ്. തൽഹ വല്ലാതെ എന്നെ മഹബ്ബത്ത് വെച്ചവനാ. നീ അവന് പുറത്തു കൊടുക്കണേ അല്ലാഹ്.
നാളെ നിന്റെ മുമ്പിലേക്ക് വരുമ്പോ നിന്റെ മുഖത്ത് പുഞ്ചിരി നൽകണേ അല്ലാ. തൊൽഹയുടെ മുഖത്ത് നീ പുഞ്ചിരി നൽകണേ അല്ലാ. രണ്ടുപേരും ചിരിക്കുന്ന രൂപത്തിൽ കണ്ടുമുട്ടാ അവസരം നൽകണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കണം. ചെറുപ്പക്കാരാ, സ്നേഹിച്ചാ തിരിച്ച് സ്നേഹിക്കുകയാ. എന്തൊരു സ്നേഹമെന്തറിയോ അറിയുമോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയെ കൽബിൽ കൊണ്ട് നടന്ന മഹാനാ. വല്ലാത്ത സ്നേഹമായിരുന്നു അബൂബക്കർ തങ്ങൾക്ക് നബിയോട് വല്ലാത്ത മഹബ്ബത്തായിരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ സമയത്ത് ആ പാതിരാത്രിയില് ശത്രുക്കളുടെ കണ്ണിലെ മണ്ണ് വായിട്ടിട്ട് മുത്തുനബിയുമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. എവിടെ കാണുന്നില്ലാതെ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ തങ്ങളുടെ മുത്തുനബിയുടെ മുമ്പിൽ നടക്കുകയാ. കുറച്ചു കഴിയുമ്പോ സൈഡിൽ നടക്കുകയാ, പിന്നിൽ നടക്കുകയാണ്. നാല് ഭാഗത്തും മാറി മാറി നടക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അബൂബക്കറേ, എന്തേ അബൂബക്കറേ, എന്തിനാ ഇങ്ങനെ നടക്കുന്നത് അബൂബക്കറേ? അല്ലാഹുവിന്റെ ഹബീബിനോട് അബൂബക്കർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, വലതു ഭാഗത്ത് നിന്ന് അങ്ങേ ആരെങ്കിലും ആക്രമിക്കുമോ എന്ന് കരുതിയിട്ടാണ് മുന്നിൽ നിന്ന്, സൈഡിൽ നിന്ന്, പുറകിൽ നിന്ന് ആരെങ്കിലും അങ്ങേ ആക്രമിക്കാൻ വരുന്നുണ്ടോ എന്ന് നോക്കാനാണ്. എന്റെ ശരീരത്തിൽ ഈ അബൂബക്കർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങയുടെ ശരീരത്തിൽ ഒരു പോറല് പോലും ഏൽപ്പിക്കാൻ അബൂബക്കർ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരുഹൗറിന്റെ മുകളിലേക്ക് കടന്നു ചെല്ലുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മലയിലേക്ക് കടന്നു ചെല്ലുമ്പോ വലിയ കയറ്റമാണ്. പലരും കണ്ടവരാണ്. ഉമ്മക്ക് പോയിട്ടുള്ള പല ആളുകളും ആ മല കണ്ടവരാണ്. ആരുഹൗറ് കണ്ടവരാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ ചുമലിലേറ്റിയിട്ട് റസൂലുള്ളാഹിനെ ചുമലിലേറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. ഒരുപാട് ദൂരം ചെല്ലും. അവിടെ റസൂലുള്ളാഹിനെ ഇരുത്തിയിട്ട് തിരിച്ചു വന്നിട്ട് കാൽപ്പാടുകൾ മായ്ച്ചു കളയുകയാണ്. എന്തിനാ സഹോദരാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇവിടെ ഖുർആൻ നടന്നു പോയതിന്റെ കാൽപ്പാട് കണ്ടിട്ട് ശത്രുക്കൾ വരാതിരിക്കാനാ. അങ്ങനെ ഒരുപാട് ദൂരം കടന്നു ചെല്ലുന്നു. നബി അവിടെ ഇരുത്തുന്നു. തിരിച്ചു വന്നിട്ട് കാൽപ്പാടുകൾ മായ്ച്ചിട്ട് കടന്നു ചെന്നിട്ട് ആ ഗുഹക്കുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ നബിയേ, അങ്ങ് പുറത്തിരിക്കണേ നബിയേ, ഇതിനകത്ത് പല അഴുക്കുകളുണ്ടാകും നബിയേ, പല ഇഴജന്തുക്കളും ഉണ്ടാകും. യാ റസൂലല്ലാഹ്, ഞാനതൊക്കെ വൃത്തിയാക്കിയിട്ട് കടന്നു വരാൻ നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹക്കുള്ളിലേക്ക് കയറിയിട്ട് ആ ഗുഹക്കുള്ളിലുള്ള ഓരോ പൊത്തുകളും തന്റെ വസ്ത്രം കീറിയിട്ട് ഓരോ പൊത്തുകളും ഇങ്ങനെ അടച്ചു കൊടുക്കുകയാണ്. അവസാനം സുബ്ഹാനല്ലാഹ്, ഒരു പൊട്ട് മാത്രം ബാക്കി വന്നപ്പോ അതിലേക്ക് തന്റെ കാല് കയറ്റി വെച്ചിട്ട് റസൂലുള്ളാഹിനെ മദീനയിൽ കിടത്തുമ്പോ ചരിത്രം നമുക്കറിയാമല്ലോ. അബൂബക്കർ തങ്ങളുടെ കാലിന് സർപ്പം ഇങ്ങനെ കൊത്തുകയാണ്. വേദന സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ക്ഷീണിച്ച് തളർന്നിട്ട് തന്റെ മടിയിൽ കിടക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാ ഞാൻ എന്റെ ഹബീബിനെ ഉണർത്തുന്നത്? ഞാൻ കാലനക്കിയാ എന്റെ ഹബീബിനത് വിഷമമാവുമല്ലോ, ഹബീബിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുമല്ലോ. ഞാൻ എങ്ങനെയാണ് കാലനക്കുന്നതെന്ന് കരുതിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തേങ്ങൽ പോലും കടിച്ചു പിടിച്ചിട്ടിരിക്കുമ്പോ മുത്തുനബിയുടെ മുഖത്തേക്ക് അവിടത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഉറ്റുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റു. എന്തേ അബൂബക്കറേ, എന്തിനാ പറയുന്നത് അബൂബക്കറേ?
യാ റസൂലല്ലാഹ്, എന്റെ കാലില് പാമ്പ് കൊത്തി നബിയേ, വേദന സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ സറഫാക്കപ്പെട്ട തുപ്പുനീരെടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ തേച്ചിട്ട് ആ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് അബൂബക്കർ തങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ദുആ ഉണ്ട്. അല്ലാഹുവേ, അബൂബക്കറിനെ നീ നാളെ മഹ്ശറയില്, നാളെ സ്വർഗ്ഗത്തിലെ നബിമാരോടൊത്തുള്ള പദവി കൊടുക്കണേ അല്ലാഹ്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ വിളിയാളം വരികയാണ്, യാ റസൂലല്ലാഹ്, അബൂബക്കർ നബിമാരോടൊത്ത് നാളെ സ്വർഗ്ഗത്തിലാണ് നബിയേ. അല്ലാഹു ഉടനടി തന്നെ മുത്തുനബിക്ക് വിവരം കൊടുക്കുകയാണ്. എത്രയേറെ സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിലെ അല്ലാഹുവിന്റെ ഹബീബുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു പോകുമ്പോ, ഏഴാം ആകാശത്തേക്ക് കടന്നു ചെല്ലുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇടയ്ക്ക് വെച്ച് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ അവസരമില്ല നബിയേ, ഇനി എനിക്ക് പെർമിഷൻ ഇല്ല. ഇനി ഞാൻ അങ്ങോട്ട് ചെന്നാ ഞാൻ കത്തിക്കരിഞ്ഞു പോകും യാ റസൂലല്ലാഹ്. അങ്ങേക്ക് ഒറ്റക്ക് പോകാനാണ് പെർമിഷൻ ഉള്ളത്. മുത്തുനബി വളരെ വിഷമത്തോടുകൂടെ കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ശബ്ദം കേൾക്കുകയാണ്, വല്ലാതെ പരിചയമുള്ളൊരു ശബ്ദം കേൾക്കുകയാ. ആരുടെ ശബ്ദമെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദമാ. ഉടനെ തന്നെ അബൂബക്കറേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ആലോചിക്കുന്നു, വിളിക്കുമ്പോ ഉടനെ തന്നെ അവിടെ അല്ലാഹു വിളിച്ചു പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഒറ്റയ്ക്കുള്ള ഈ യാത്രയില് അങ്ങക്ക് വേണ്ടിയിട്ട് സംരക്ഷണം ഒരുക്കാൻ ഒരു മലക്കിനെ തയ്യാറ് ചെയ്തതാ നബിയേ. ആ മലക്കിനെ അങ്ങ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ശബ്ദമായ അബൂബക്കറിന്റെ ശബ്ദം കൊടുത്തതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചാൽ, മുത്തുനബിയെ മഹബ്ബത്ത് വെച്ചാൽ, മുത്തുനബിയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചാൽ വലിയ നേട്ടമാണ്. നാളെ മുത്തുനബിയോടുകൂടെ സ്വർഗ്ഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു വരുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബിയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? ആരോട് ചോദിച്ചാലും നമുക്ക് പറയാനുള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് റസൂലുള്ളാഹിനെ എന്നാണ്. ആരോട് ചോദിച്ചാലും. പക്ഷേ നമ്മുടെ കൽബിലെ റസൂലുള്ളാഹിയുണ്ടോ? ഹബീബായ തങ്ങളുടെ ചര്യ നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ടോ? അവിടത്തേക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ 10 സ്വലാത്ത് ചൊല്ലാൻ ഞാനും നിങ്ങളും സമയം കണ്ടെത്താറുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 24 മണിക്കൂർ അല്ലാഹു നമുക്ക് നൽകിയിട്ട് ആ സമയം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ടാകൂലേ? നമുക്കറിയാമല്ലോ, അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടിയിട്ട് ചെലവഴിച്ച നാളെ നമുക്ക് ഉത്തരം പറയാമല്ലോ. ആ ഹബീബിനെ സ്നേഹിച്ച മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ, അവര് ആത്മാർത്ഥമായിട്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുമ്പോ ഇന്നവർ റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ്. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ദർസ് എടുത്തു കൊടുക്കുമ്പോ, ഹദീസ് ദർസ് എടുത്തു കൊടുക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, മരുഭൂമിയിൽ ഇരുന്നിട്ടാണ്. അന്നത്തെ പള്ളി അറിയാമല്ലോ, അടിയിൽ മണ്ണാണ്. ആ മണ്ണിലിരുന്നു കൊണ്ട് മാലിക് റളിയല്ലാഹു അൻഹു ദർസ് എടുത്തു കൊടുക്കുമ്പോ മരുഭൂമിയിലെ തേള് വന്നിട്ട്, മരുഭൂമിയിലെ തേളിനും പാമ്പിനും ഒക്കെ വല്ലാത്ത വിഷമായിരിക്കും. ആ തേള് വന്നിട്ട് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ ഇങ്ങനെ കൊത്തുകയാണ്. ഓരോ തവണയും വീണ്ടും 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 ആവർത്തിച്ചു കൊത്തുകയാണ്. മാലിക് ഇമാം കാലനക്കുന്നില്ല. 16 തവണ കൊത്തിയിട്ട്
വിശന്നേറിയിട്ട് തക്കാളി പോലെ കാല് മാറിയിരിക്കുമ്പോ ശിഷ്യന്മാര് ദർസ് കഴിഞ്ഞപ്പോ ചോദിച്ചു, മാലിക് ഇമാമേ, എന്റെ ഉസ്താദേ കാല് നിൽക്കാതിരുന്നത് അവര് കാണുന്നുണ്ടായിരുന്നു, ഈ തേട് വന്ന് കുത്തുന്നത്. എന്റെ ആദ്യത്തെ കുത്തിന് തന്നെ കാല് മാറ്റാമായിരുന്നില്ലേ? മാലിക് ഇമാമ പറഞ്ഞതെന്തെന്നറിയോ? വാളിന്റെ സദസ്സിൽ വന്നിരുന്നുകൊണ്ട് അശ്രദ്ധമായിരിക്കുന്ന പെങ്ങളെ, മൊബൈലിലിരുന്ന് കളിക്കുന്ന ചെറുപ്പക്കാരാ, മറ്റു ചിന്തകളുമായിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന മജ്ലിസുകളിൽ വന്നിട്ട് വേറെന്തൊക്കെയോ കാര്യങ്ങളിൽ ഇടപെടുന്ന പെണ്ണുമോനെ, ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു, ഞാനൊന്ന് കാല് നീക്കിയാ അതെന്റെ ഹബീബിന് ഇഷ്ടപ്പെടുമോ? അതെന്റെ ഹബീബിന് ഇഷ്ടപ്പെടൂലാന്ന് ഞാൻ കരുതിയിട്ടാണ് ആ മാലിക് ഇമാം മദീനത്തെ മണ്ണിലൂടെ നടക്കുമ്പോ കാലിന് ചെരുപ്പ് ധരിക്കാറില്ലായിരുന്നു. ഉംറക്ക് പോകുമ്പോ മദീനത്തെ റൗളാ ശരീഫിന്റെ പുറകിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് സെൽഫി എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഹാന്മാരെ സ്നേഹിച്ച ഈ നമ്മുടെ കണ്ണിലേക്ക് വരണം. ആ മാലിക് ഇമാം മദീനത്തേക്ക് ഉറങ്ങുന്ന സമയത്ത് ഒരൊറ്റ രാത്രി കാണാതിരുന്നിട്ടില്ല എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു വരുമ്പോ, ചെരുപ്പ് ധരിച്ചിട്ട് മദീനത്തെ മണ്ണിലൂടെ മാലിക് ഇമാം നടക്കാറില്ല എന്ന് ചരിത്രം പറഞ്ഞു വരുമ്പോ, പൊന്നുമോനെ പൊന്നുമോനെ, നമ്മൾ ഇതുപോലെ സ്നേഹിക്കണം. അല്ലാഹുവിന്റെ ഹബീബിനെ നമ്മൾ വല്ലാതെ മഹബ്ബത്ത് വെക്കണം. മുത്തുനബിയുടെ പേരിൽ വല്ലാതെ സ്വലാത്ത് ചൊല്ലാൻ ഞാനും നിങ്ങളും തയ്യാറാകണം സഹോദരങ്ങളെ. ഒരു ദിവസം നമ്മൾ എത്ര സ്വലാത്ത് ചൊല്ലാറുണ്ട്? അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ ഒന്നാമത്തെ അടയാളമായിട്ട് പറയുന്നത് ധാരാളം അടയാളങ്ങൾ പറയാറുണ്ട്. ഒരൊറ്റ അടയാളം മാത്രം ചുരുക്കിയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവന്റെ ഏറ്റവും വലിയ അടയാളം അത് അല്ലാഹുവിന്റെ പേര് കേൾക്കും, റസൂലിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലലാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, സഹാബത്തിനോട് പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കരാരാണെന്ന് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട് സഹാബത്തിനോട്. സഹാബത്ത് പലരും പല മറുപടിയും പറയും. പൈസ ഉണ്ടായിട്ട് കൊടുക്കാത്തവനാ, സക്കാത്ത് കൊടുക്കാത്തവനാ, പലരും പലതും പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അല്ല സഹാബ, അവരല്ല ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്കൻ. എന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലാത്തവനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ സ്വലാത്ത് നമ്മൾ എത്ര ചൊല്ലാറുണ്ടെന്ന്? ഈ സദസ്സിലൊന്ന് തീരുമാനിച്ചുകൂടെ? 100 സ്വലാത്ത് ചൊല്ലാൻ ഞാൻ പറയുന്നില്ല, 50 ചൊല്ലാൻ പറയുന്നില്ല. ഒരു ദിവസം മരിക്കുന്ന കാലം വരെ 10 സ്വലാത്തെങ്കിലും നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ കഴിയുമോ? 10 സ്വലാത്ത് ഉസ്താദേ, എല്ലാ ദിവസവും എന്റെ മരിക്കുന്ന കാലം വരെ 10 സ്വലാത്ത് ചൊല്ലാമെന്ന് തീരുമാനിക്കുന്നവർ ഒന്ന് ഈ സമയത്തൊന്ന് കൈവെക്കുമോ? മടിക്കാതെ കൈവെക്കുമോ? ചൊല്ലാമെന്ന് ഏൽക്കുന്നവര് കൈവെക്കിയവർക്കുള്ള പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. പ്രിയപ്പെട്ട ഉമ്മമാരെ, കൈവെക്കാൻ പറഞ്ഞപ്പോ മടിച്ചിരിക്കുന്നവര് മഹത്വം കേൾക്കുമ്പോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ ഈ സ്വലാത്തിന്റെ മഹത്വം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് മഹാനായ അസ്റായീൽ
മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. മുത്തുനബിയുടെ സവിധത്തിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നവനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. അങ്ങയുടെ പേരിൽ ഒരു ദിവസം 10 സ്വലാത്തെങ്കിലും ചൊല്ലുന്നവരുണ്ടോ? അവനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അവന്റെ റൂഹ് പിടിക്കുന്നത് അമ്പിയാക്കളുടെ റൂഹ് പിടിക്കുന്നത് പോലെ ഞാൻ അവരുടെ റൂഹ് പിടിക്കുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തിന്റെ വേദന നമുക്കറിയാമല്ലോ. മരണത്തിന്റെ വേദന ആദ്യമായിട്ട് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിന് വല്ലാത്ത വേദനയാ, മരണത്തിന് വല്ലാത്ത വേദനയാ. അല്ലാഹുവിന്റെ ഹബീബ് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്ന് റൂഹിനെ വലിച്ച് ഊരിയെടുക്കുമ്പോ അസ്റായീലിനോട് മുത്തുനബി പറഞ്ഞു, അസ്റായീലേ, ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്റായീൽ, എന്റെ റൂഹൊന്ന് പതുക്കെ പിടിക്കുമോ അസ്റായീൽ. അല്ലാഹുവിന്റെ ഹബീബിനോട് അസ്റായീൽ അലൈഹിസ്സലാം പറയുകയാ, യാ റസൂലല്ലാഹ്, ഇതുപോലെ മയത്തിന് പിടിക്കാൻ, ഇതിനേക്കാളേറെ മയത്തിന് പിടിക്കാൻ എനിക്ക് അറിയൂലേ. ഒരാളുടെയും റൂഹിനാത്ര മയത്തിന് പിടിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് പറയുന്നു, ആയിഷ, ഇന്നലിൽ മൗത്തിന സക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയാ ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാ. ലോകത്തിന്റെ നേതാവ് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ മരിക്കാതെ വന്ന അസ്റായീലിനോടൊപ്പം 500 മലക്കുകൾ കടന്നു വരുമെന്ന. 500 മലക്കുകളില് 250 മലക്കുകൾ ഒരു മനുഷ്യന്റെ വലത് ഭാഗത്ത് വിളിക്കും, 250 മലക്കുകളെ ഇടത് ഭാഗത്ത് വിളിക്കും. കണ്ടിട്ടുണ്ടോ പങ്കാരാ? എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിൽ വെച്ച് മരണപ്പെടുന്നവരെ കണ്ടവരാ. ഉമ്മ മരണപ്പെട്ടു പോയവരില്ലേ, ഉമ്മ മരിക്കുന്നവരെ കണ്ടവരില്ലേ, ഉപ്പ മരിക്കുന്നത് കണ്ടവരില്ലേ? മനുഷ്യൻ മരിക്കുമ്പോ പടയുന്നത് കണ്ടിട്ടുണ്ടോ സഹോദരാ? ഇല്ലല്ലോ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു മനുഷ്യനും മരിക്കുന്ന സമയത്ത് പടയാറില്ല. കാരണം എന്തെന്നോ, 500 മലക്കുകൾ അവന്റെ ശരീരത്തെ പിടിച്ചു വെച്ചിരിക്കുകയാ. തോണി വാങ്ങാൻ പോകുമ്പോ നമ്മളെ കണ്ടിട്ടില്ലേ? അതിനകത്തൊരു പാത്രത്തിലേക്ക് ഇടുമ്പോ എത്ര സമയമാണ് അത് നമ്മൾ പടയുന്നത്? ഒഴുകിയെത്തറുക്കുമ്പോ കണ്ടിട്ടില്ലേ വാപ്പാ? ഒരു മൃഗത്തെ അറുത്തിട്ട എത്ര സമയമാണ് അത് കാലിട്ടടിക്കുന്നത്, അത് തലയിട്ടടിക്കുന്നത്? അതിന്റെ ശരീരത്തിൽ നിന്ന് റൂഹിങ്ങനെ പോകുന്നതിന്റെ വേദന സഹിക്കാൻ കഴിയാനിട്ടാ. ഇതുപോലെ ഒരു ദിവസം മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഒരു ചെറുപ്പക്കാരാ എന്റെ മുമ്പിലേക്ക് വരുന്നവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോ വീട്ടിലേക്കും അസ്റായീൽ വരുന്നവരെ ഒരാളോട് സമ്മതം ചോദിച്ചില്ല. അസ്റായീൽ വന്നിട്ട് റൂഹ് വലിച്ചൂടുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് അസ്റായീൽ പറയുകയാ, അനാഖബിൽ റൂഹഹു വമാ അഖബിൽ അർവാഹുൽ അംബിയാ. അല്ലാഹുവിന്റെ നബിയേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവരുള്ള പ്രതിഫലമുണ്ടല്ലോ. സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞപ്പോ, 10 സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞപ്പോ ചൊല്ലാൻ ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് കൈപൊട്ടിയ വാപ്പാ, നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാ. അസ്റായീൽ പറയുന്നു, അമ്പിയാക്കളുടെ റൂഹ് പിടിക്കുന്നത് പോലെ എണ്ണയിൽ മൂന്നിട്ട് വലിക്കുന്നത് പോലെ
അവരാഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, സന്തോഷിക്കുന്ന, അവർക്ക് വേദനയും വിഷമവും ബുദ്ധിമുട്ടുമില്ലാത്ത രൂപത്തില് അവരുടെ റൂഹിനെ പിടിക്കുമെന്ന് അസ്രായീൽ അലൈഹിസ്സലാം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അതുപോലൊരു മരണം നമുക്ക് വേണ്ടി രണ്ടാമതായിട്ട് മഹാനായ മീകാഈൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നാളെ മഹ്ശറാവൻ സഭയിലെ ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന ദിവസമുണ്ടല്ലോ. എല്ലാ ആളുകളെയും നിങ്ങളായി നിസാരനായി നീചനായിട്ട് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന വാഹനത്തിൽ ആദ്യമായിട്ട് വരുമ്പോ ലോകം മുഴുവനും നശിച്ചു പോകുമല്ലോ. രണ്ടാമതൂതുമ്പോ മകരവന്നിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഞാനും നിങ്ങളും നിങ്ങളായി നീചനായി നിസാരനായി നിന്നനായിട്ട് ഒരു വസ്ത്രം പോലുമില്ലാതെ കാലിലൊരു ചെരുപ്പ് പോലുമില്ലാതെ മഹ്ശറാവൻ സഭയിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചൂടുള്ള നാളുണ്ട് യാമമ്മാളാ, ചുരുക്കി പറഞ്ഞ നല്ല ഹാലാ ചൂടാ, സന്തോഷവണ്ടിയെ ചൂനത്തിലാകുന്നതാണേ പ്രിയപ്പെട്ടവരെ. ചൂള കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? ഇഷ്ടികയുണ്ടാക്കുന്ന ചൂള കണ്ടിട്ടില്ലേ? മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇഷ്ടിക പച്ചവരനിട്ട് കത്തിച്ചിട്ട് ചുവന്ന നിറത്തിലായിട്ട് നിന്റെ കൈകളിലേക്ക് വരുമ്പോ എന്തൊരു ചൂടെന്നറിയോ? അന്നരികിലേക്ക് പോകാൻ കഴിയില്ലല്ലോ. ആ ചൂളയിലിട്ട് ജനങ്ങൾ ഈ ചൂളയിലിട്ട് കത്തിക്കുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദര, ഭാരം വലിച്ചു കൊണ്ടുവരുന്ന കാളയെ കണ്ടിട്ടില്ലേ? വലിയ ഭാരവുമായിട്ട് കടന്നു വരുന്ന കാളകളെ വായിൽ നിന്ന് നുരയും പതയും ഇങ്ങനെ ഒലിക്കുന്ന രൂപത്തില് എന്നെയും നിങ്ങളെയും നാളെ മഹ്ശറയിലേക്ക് കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്ക് മുകളിൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സൂര്യന് മണിക്കൂറുകളായില്ലേ വാപ്പാ, അസ്തമിച്ചിട്ട് മണിക്കൂറുകളായില്ലേ? ചൂട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, വേനലാതെ ഇരിക്കാൻ കഴിയുന്നില്ലല്ലോ, ഏസിയില്ലാതെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ കത്തിച്ചൊലിക്കുന്ന സൂര്യന് എന്റെ ഒരു കൊണ്ടുവന്നപ്പെടുന്ന ഒരു ദിവസമുണ്ട് പൊന്നുപോലെ. എന്റെ തലയിൽ നിന്ന് ഒരു ജാതമുകളില് ആ സൂര്യനെ കൊണ്ടുവരപ്പെടുകയാണ്. ചെന്തിന്റെ തറയാ സഹിക്കാൻ കഴിയുമോ ചെറുപ്പക്കാരാ? അവിടെ വെച്ച് നമ്മുടെ കയ്യനക്കാൻ കഴിയൂല, കാലനക്കാൻ കഴിയൂല. ചുറ്റുകൊള്ളുന്ന സമയത്തുണ്ടല്ലോ മഹാനായ മീകാഈൽ അലൈഹിസ്സലാം ഹബീബിനോട് പറയുന്നു, അനാതീഹി മിൻ ഹൗലിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേരിൽ സലാത്ത് ചൊല്ലിയവനെ സലാത്ത് ചൊല്ലുമെന്ന് ഏറ്റ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, ആ ചുട്ടുകൊള്ളുന്ന സമയത്ത് അങ്ങയുടെ ഹൗലിൽ നിന്ന് ഒരു വിഭാഗം ജനങ്ങൾക്ക് അങ്ങയെ സ്നേഹിച്ചവനാണ് ഹൗലുൽ കൗസർ കോരിക്കൊടുക്കുമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനരികിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അനാ അസ്ജുദുലില്ലാഹി തആലാ മാ അർഫഉ റസീ ഹത്താ യഗ്ഫിറല്ലാഹു തആലാ. മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, നാളെ മഹ്ശറിൽ സുജൂദിൽ കിടക്കുന്ന നബിയേ, നാളെ ഒരു വിഭാഗത്തെ രക്ഷിക്കാം, അങ്ങയെ സ്നേഹിച്ചവനെ രക്ഷിക്കാം, അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. നാളെ മഹ്ശറിൽ സുജൂദിൽ കിടക്കുന്നു, യാ റസൂലല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹ്ശറ എന്താണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ,
മാതാപിതാക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത ദിവസമാ. ഒരു മകനെ പോലെ തിരിഞ്ഞു നോക്കൂല, പാപ്പാനെ തിരിഞ്ഞു നോക്കാൻ മക്കളില്ലാത്ത ദിവസം, ആരുമില്ലാത്ത സമയത്ത് ചാണുമകളിലെ സൂര്യൻ ഇങ്ങനെ തട്ടിച്ചൊലിച്ചു നിൽക്കുന്നത് താങ്ങാൻ കഴിയാതെ സ്വർഗത്തിലേക്കെങ്കിലും സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കെങ്കിലും നരകത്തിലേക്ക് ഞങ്ങളെ ഒന്ന് മാറ്റുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ഓടിച്ചെല്ലുന്ന സമയം ആദം നബി പറയുന്നില്ല, എനിക്ക് കഴിയില്ല. നബിയുടെ അരികിലേക്ക് കടന്നു വെല്ലുകയാണ്. അവിടെ നിന്ന് അടുത്തടുത്തടുത്ത നബിമാരുടെ അരികിലേക്ക് കടന്നു വെല്ലുകയാണ്. ഇതുപോലെ ഒരു നിമിഷമുണ്ട് വാപ്പാ, ഞാനും നിങ്ങളും അനുവദിക്കേണ്ട സമയമാ, ഞാനും നിങ്ങളും അനുവദിക്കേണ്ട കാര്യമാ. ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കാനില്ല. ആ സമയത്ത് നബിയുടെ പേരിലെ 10 സ്വലാത്ത് ചൊല്ലിയ മനുഷ്യ, നിനക്ക് വേണ്ടിയിട്ട് ഒരു മലക്ക് മഹിസറയിലെ സുജൂദിൽ കിടക്കുകയാ. ആ മലക്ക് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചവനെ, നബിയുടെ പേരിലെ സ്വലാത്ത് ചൊല്ലിയവന് അവനക്ക് പുറത്തു കൊടുത്തിട്ടല്ലാതെ അവന് സ്വർഗത്തിന്റെ അവകാശിയാക്കിയിട്ടല്ലാതെ ഞാൻ ആ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കൂല നബിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദര, നാലാമതായിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ് അനാ ആഖിദൻ ബിയദിഹി വയമുറു അല സിറാത്ത്. നാളെ മഹ്ശറയിൽ നിന്ന് വിചാരണ കഴിഞ്ഞിട്ട് സ്വർഗത്തിലുള്ളവരെ സ്വർഗത്തിലേക്ക്, നരകത്തിന്റെ അവകാശമുള്ള നരകത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ എന്റെ പ്രിയമുള്ളവരെ, സിറാത്ത് പാലമുണ്ടല്ലോ സഹോദര, വലിയ 7 വലിച്ചു നീന്തിയിട്ട് എത്ര നേർമതയുള്ളയാണോ അതുപോലെ നേർമതയുള്ള ഒരു പാലവാ. നരകത്തിന്റെ മുകളിലൂടെ സ്വർഗത്തിലേക്കുള്ള പാലവാ. സുബ്ഹാനല്ലാഹ്, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പാലം, കാലിനേക്കാൾ മൂർച്ചയുള്ള പാലം, ഒരിക്കലും കാണാൻ കഴിയാത്ത പാലം. ആ പാലത്തിനടിയിലെ വന്ന് നിൽക്കുകയാ നരകത്തിന്റെ ഓരോ കൊളുത്തുകൾ വന്ന് നിൽക്കുകയാണ്. പാപം ചെയ്തവരാണ് ആ പാലത്തിന്റെ മുകളിലൂടെ കടന്നു പോകുമ്പോ ഓരോ കൊളുത്തുകളും നരകത്തിന്റെ കൊളുത്തുകൾ അവരെ കൊളുത്തിയിട്ട് നരകത്തിലേക്ക് വലിച്ചു വിട്ടുന്ന ദിവസം. സുബ്ഹാനല്ലാഹ്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാ, ഒരു വിഭാഗം ജനങ്ങള് അങ്ങയെ സ്നേഹിച്ചവര്, അങ്ങയെ മഹബ്ബത്ത് വെച്ചവര്, അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവര്, അങ്ങയുടെ മദ്ഹ് പറയുന്ന മജ്ലിസിലേക്ക് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് കടന്നു വന്ന വാപ്പാ, നിനക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയ പെങ്ങളെ, എന്റെയും നിങ്ങളുടെയും കൈപിടിക്കാൻ വേണ്ടിയിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുമെന്ന് പറയുമ്പോ ആ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ ഞാൻ കടത്തി കൊടുക്കുമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിനെ നമ്മുടെ മഹബ്ബത്ത് വെക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുത്തുനബിയെ നമ്മൾ മഹബ്ബത്ത് വെക്കണം, ഒരുപാട് സ്നേഹിക്കണം, ജീവനക്കാളേറെ സ്നേഹിക്കണം സഹോദരാ. 50, 60, 70 വയസ്സായവരുണ്ടല്ലോ പ്രിയപ്പെട്ട പെങ്ങളെ, റസൂലുള്ളാഹിനെ മഹബ്ബത്തുണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, മുത്തുനബിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നവരെ, ഓനെ ഒന്ന് ചിന്തിക്കണ ചെറുപ്പക്കാരാ. ഇത്ര വയസ്സായില്ലേ, 20 വയസ്സായവർ, 20, 30, 40, 50 വയസ്സ് കഴിഞ്ഞവര് ചെറുപ്പക്കാരാ, നീ ആഗ്രഹിച്ചത് മുഴുവനും നീ നേടിയെടുത്തില്ലേടാ പൊന്നുമോനെ. പഠിച്ചുയർന്ന മാർക്ക് വേണ്ടിയിട്ട് വലിയ ജോലി നേടിയെടുത്തില്ലേ, വലിയ വീടുണ്ടാക്കണമെന്ന് കരുതി നീ ഉണ്ടാക്കിയില്ലേ പൊന്നുമോനെ. വാഹനം വാങ്ങണമെന്ന് കരുതി വാങ്ങിയില്ലേ ചെറുപ്പക്കാരാ. ആദിരാത്രിയിൽ മുഴുവനും പകലുകളാക്കിയിട്ട് പഠിച്ചിട്ട് നീ പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടിയില്ലേ. പ്രിയപ്പെട്ട പെങ്ങളെ, ആഗ്രഹിച്ചത് മുഴുവനും നിനക്ക് നടന്നു കിട്ടിയില്ലേ പൊന്നുമോനെ. ചിന്തിച്ച് ഗൗരവത്തോടുകൂടെ
റസൂലുള്ളാഹി നിനക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആഗ്രഹിച്ചത് മുഴുവൻ നേടിയെടുത്തപ്പോ മുത്തുനബിയെ കാണണമെന്നുള്ള ആഗ്രഹം നിനക്കുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ നിനക്ക് ഇന്ന് വരെ കാണാൻ കഴിഞ്ഞോ? ഒരു രാത്രി പോലും നീ ഉറങ്ങാത്തതില്ലല്ലോ. എല്ലാ രാത്രിയിലും കിടന്നിറങ്ങുന്ന ചെറുപ്പക്കാരാ, ഇന്ന് വരെ ആ റസൂലുള്ളാഹിനെ കാണാൻ നിനക്ക് സാധിച്ചോ? എനിക്ക് സാധിച്ചോ? എന്താ റസൂലുള്ളാഹിനെ കാണണ്ട? അവിടുത്തെ മദീനത്തെ കുപ്പ കണ്ടവരില്ലേ? ആ കുപ്പയെന്ന സ്വപ്നത്തിലൊന്ന് കാണാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? ലാ യുമിനു അഹദുകും ഹത്താ യകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഓരേ ഇതുവരെ റസൂലുള്ളാഹിനെ കാണാൻ കഴിയാത്ത ചെറുപ്പക്കാരാ, നീ മുഅ്മിനല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം നീ അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാതെ സ്നേഹിച്ചിട്ടില്ല. നിന്റെ വാപ്പയെക്കാളും ഉമ്മയെക്കാളും നിന്റെ മക്കളെക്കാളും നീ ആഗ്രഹിക്കുന്ന എല്ലാത്തിനേക്കാളും റസൂലുള്ളാഹിനെ നീ സ്നേഹിക്കുമ്പോ നിന്റെ മനസ്സിലേക്ക് റസൂലുള്ളാഹി കടന്നു വരുമായിരുന്നു. ഇന്ന് വരെ നിനക്ക് കണ്ടിട്ടില്ല, കാണാൻ അവസരം ലഭിച്ചില്ലെങ്കിൽ മോനെ, ആ റസൂലുള്ളാഹിനെ നീ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ചിന്തിക്കണം. മദീനത്തെ പള്ളിയിലുണ്ടായിരുന്ന ഒരു ഈന്തപ്പനത്തിയുടെ തടിക്കുണ്ടായിരുന്ന സ്നേഹമെങ്കിലും നമുക്കുണ്ടാകണം സഹോദരാ. അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് വിളിക്കുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, പള്ളിക്കകത്തിരുന്നു കൊണ്ട് വല്ലാത്തൊരു തേങ്ങല് കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നോക്കുമ്പോ ആരാ കരയുന്നത്? ഒരാളും കരയുന്നില്ല. പള്ളിയുടെ ഒരു മൂലയിലിരുന്നു കൊണ്ടൊരു തേങ്ങല് കേൾക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് ഉപയോഗിച്ചിരുന്ന മിമ്പറായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഈന്തപ്പനയുടെ തടിയിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്നെ ഉപേക്ഷിച്ചില്ലേ? എന്നെ ഉപേക്ഷിച്ചില്ലേ? പുതിയ മിമ്പർ വന്നപ്പോ എന്നെ കളഞ്ഞില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് ആശ്വസിപ്പിക്കുകയാ, ഇല്ല, ഞാൻ കളഞ്ഞിരുന്നെങ്കിൽ പള്ളിയുടെ പുറത്തേക്ക് എന്നെ കളയുമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഈന്തപ്പനയുടെ തടി ആശ്വസിപ്പിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞൊരു കാര്യമുണ്ട് സഹോദരാ, ഞാനെങ്ങാനും ആശ്വസിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മരത്തിന്റെ തടി എവിടെ ഇരുന്നു കൊണ്ട് തേങ്ങി തേങ്ങി കരയുമായിരുന്നെന്ന് റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ സഹോദരാ, മുത്തുനബിയെ വല്ലാതെ മഹബ്ബത്ത് വെക്കണം, അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാതെ സ്നേഹിക്കണം. ഹബീബായ തങ്ങളുടെ ഹൃദയത്തിനകത്ത് റസൂലുള്ളാഹിക്ക് സ്ഥാനം കൊടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സതിനൊരു സമവാക്കി തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹുനിയും ഒരുപാട് പറയാൻ, സ്വലാത്തിന്റെ മഹത്വം തന്നെ ഒരു തരിയെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇനിയും ഒരുപാട് പറയാനുണ്ട്. മോനെ, റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ റബീഉൽ അവ്വലിനെ മാത്രമല്ല നീ സ്നേഹം കാണിക്കേണ്ടത്, എല്ലാ സമയത്തും റസൂലുള്ളാഹിനെ സ്നേഹിക്കുമ്പോഴാണ് മുഅ്മിനാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരാ, ഇന്നത്തെ ഈ സദസ്സ് മുതലെങ്കിലും തീരുമാനിക്കൂ, അല്ലാഹുവിന്റെ ഹബീബിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, മുത്തുനബിയെ സ്നേഹിക്കാൻ, അല്ലാഹുവിന്റെ ഹബീബിനെ മഹബ്ബത്ത് വെക്കുമെന്ന് തീരുമാനിക്കൂ. ജീവനക്കാളേറെ സ്നേഹിച്ചിട്ട് സ്വർഗം നേടിയ സ്വഹാബത്ത്, മോനെ, നമുക്ക് ആ സ്വർഗം വേണ്ടേ ചെറുപ്പക്കാരാ? ആ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലണ്ടേ? ദുനിയാവിലെ ജീവിതം വെറുതെ ഇങ്ങനെ നഷ്ടപ്പെടുത്തല്ലേ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സ് പറഞ്ഞതും കേട്ടതുമെല്ലാം അവന്റെ പൊരുത്തത്തിലായി അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇന്നീ നിമിഷം വരെ